എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന ഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായ പ്രസിഡന്റ് എന്ന ടോപ്പിക്കിലെ പ്രധാന പോയിൻറ്റ്സാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ. ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളാണുള്ളത്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇന്ത്യൻ ഗവൺമെൻറ്റിന് 3 ഘടകങ്ങൾ: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഓരോ രാജ്യത്തിലെയും കാര്യനിർവഹണ വിഭാഗം വ്യത്യസ്തമായിരിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗത്തിലെ ഉൾപ്പെടുന്ന രാഷ്ട്രപതി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇത്രയും ചേർന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗത്തിലെ രാഷ്ട്രപതി എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. കാര്യനിർവഹണ വിഭാഗം 3 തരമാണുള്ളത്: പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റം, അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം അഥവാ ക്വാസി പ്രസിഡൻഷ്യൽ സിസ്റ്റം. പ്രസിഡൻഷ്യൽ സിസ്റ്റം എല്ലാ അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സിസ്റ്റമാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. USA, ബ്രസീൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയിലെല്ലാം പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. പാർലമെൻ്ററി സിസ്റ്റം പ്രസിഡന്റിന് നാമമാത്രമായ അധികാരം മാത്രം ഉണ്ടായിരിക്കുന്ന സിസ്റ്റമാണ് പാർലമെൻ്ററി സിസ്റ്റം. ഇന്ത്യ, ജപ്പാൻ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളെല്ലാം പാർലമെൻ്ററി സിസ്റ്റമാണ് ഉള്ളത്. അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റം പാർലമെൻ്ററി സിസ്റ്റത്തേക്കാൾ കുറച്ച് കൂടുതൽ അധികാരം പ്രസിഡന്റിന് ഉണ്ടായിരിക്കും. ഫ്രാൻസ്, USSR, ശ്രീലങ്ക എന്നിവയെല്ലാം അർദ്ധ പ്രസിഡൻഷ്യൽ സിസ്റ്റമുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് നമുക്ക് ആർട്ടിക്കിൾ 52 കുറിച്ച് നോക്കാം. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കും. ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഇൻ ഇന്ത്യ എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52. അടുത്ത രാഷ്ട്രപതിയുടെ വിശേഷണങ്ങൾ. രാഷ്ട്രപതി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന്: കാര്യനിർവഹണ വിഭാഗ തലവൻ, ഭരണഘടനാപരമായ തലവൻ, സായുധ സേന വിഭാഗത്തിൻ്റെ തലവൻ, സർവ്വസൈന്യാധിപൻ, രാഷ്ട്രതലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, പ്രതിരോധ സേനാ തലവൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഒന്നുകൂടെ നോക്കാം. രാഷ്ട്രപതിയുടെ വിശേഷണങ്ങൾ: കാര്യനിർവഹണ വിഭാഗ തലവൻ, ഭരണഘടനാപരമായ തലവൻ, സായുധ സേന വിഭാഗത്തിൻ്റെ തലവൻ, സർവ്വസൈന്യാധിപൻ, രാഷ്ട്രതലവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, പ്രതിരോധ സേനാ തലവൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും തലവനാണെങ്കിൽ കൂടി ഇന്ത്യൻ പ്രസിഡന്റിന് നാമമാത്രമായ അധികാരമാണ് ഉള്ളത്. പ്രധാനമന്ത്രിക്കാണ് യഥാർത്ഥ അധികാരമുള്ളത്. ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53 രാഷ്ട്രപതിയുടെ അധികാരങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പ്രസിഡന്റിന് ഇന്ത്യയുടെ എല്ലാ കാര്യനിർവഹണ വിഭാഗങ്ങളുടെയും തലവനായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 53. ഇന്ത്യയിലെ എല്ലാ കാര്യനിർവഹണ വിഭാഗങ്ങളുടെയും തലവൻ പ്രസിഡന്റ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 53. അടുത്തത് ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 54. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം നൽകുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. ആനുപാതിക പ്രാതിനിധ്യ രീതിയിലാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. ആനുപാതിക പ്രാതിനിധ്യ രീതിയിലാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ടായിരിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ? ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇത്രയുമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ. ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ.
പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെട്ടിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പോണ്ടിച്ചേരിയും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ ഡൽഹി നിയമസഭയിലും പോണ്ടിച്ചേരി നിയമസഭയിലും നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിയമസഭ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിട്ട് വരുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിലെ നോമിനേറ്റഡ് മെമ്പേഴ്സിന് അംഗത്വം ഉണ്ടായിരിക്കില്ല. രാജ്യസഭയിലേക്ക് 12 മെമ്പേഴ്സിനെ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. അവർ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിരിക്കില്ല. അതുപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങൾ ആയിരിക്കുകയില്ല. വോട്ടുകളുടെ മൂല്യം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള വോട്ടുകളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് വോട്ട് മൂല്യം നിർണ്ണയിക്കുന്നത്. കേരളത്തിലെ ഒരു MLAയുടെ വോട്ട് മൂല്യം 152 ആണ്. ഒരു MLAയുടെ വോട്ട് മൂല്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഒരു MLAയുടെ വോട്ട് മൂല്യം 208 ആണ്. ഒരു MLAയുടെ വോട്ട് മൂല്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം. സിക്കിം MLAയുടെ വോട്ട് മൂല്യം 7 ആണ്. ഒരു MPയുടെ വോട്ട് മൂല്യം 700 ആണ്. ആർട്ടിക്കിൾ 55 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 55. പ്രസിഡന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഓർ ലോകസഭ. ഒരു പ്രാവശ്യം ലോകസഭയിലാണെങ്കിൽ അടുത്ത പ്രാവശ്യം രാജ്യസഭയിലായിരിക്കും. ഓൾട്ടർനേറ്റീവ്ലി സെക്രട്ടറി ജനറൽ പ്രസിഡന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് സെക്രട്ടറി ജനറൽ, രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ ലോകസഭയുടെ സെക്രട്ടറി ജനറലാണ് പ്രസിഡന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് വെച്ചാൽ ആ പ്രാവശ്യം ആരുടെ മുമ്പാകെയാണോ പ്രസിഡന്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ആ സഭയിലെ സെക്രട്ടറി ജനറൽ ആയിരിക്കും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരം കാണുന്നത് സുപ്രീം കോടതിയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നത് സുപ്രീം കോടതിയാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ്. പ്രസിഡന്റ് രാജിക്കത്ത് നൽകേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണ്. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ. ഇന്ത്യൻ പൗരനായിരിക്കണം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 35 വയസ്സ് ആണ്. അതുകൊണ്ട് 35 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് രാജ്യസഭയിലോ ലോകസഭയിലോ അംഗമാവരുത്. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് രാജ്യസഭയിലോ അംഗമായിരിക്കരുതും അതുപോലെ തന്നെ ലോകസഭയിലും അംഗമായിരിക്കരുത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ലോകസഭയിൽ അംഗമാകുന്നതിനാവശ്യമുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഒരു ലോകസഭാ അംഗത്തിന് എന്തൊക്കെ യോഗ്യതകളാണോ ആവശ്യം ആ യോഗ്യതകളെല്ലാം പ്രസിഡന്റിനും ഉണ്ടായിരിക്കണം. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്ന ആളായിരിക്കരുത്. നാമനിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് സർക്കാരിൽ നിന്നും യാതൊരുവിധ ശമ്പളവും പറ്റുന്ന ആളായിരിക്കരുതും പ്രസിഡന്റ്. ആദായം പറ്റുന്ന പദവി വഹിക്കുന്ന വ്യക്തിയായിരിക്കരുത്. മറ്റു തരത്തിലുള്ള ആദായങ്ങൾ പറ്റുന്ന വ്യക്തിയും ആയിരിക്കരുത്. മാനസിക വിഭ്രാന്തി ഉള്ള ആളായിരിക്കരുത്. ഇത്രയുമാണ് പ്രസിഡന്റിനെ സംബന്ധിച്ച യോഗ്യതകൾ. ഇനി പ്രസിഡന്റിന്റെ ശമ്പളം 5 ലക്ഷം. പ്രസിഡന്റിന്റെ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് നൽകുന്നത്. ആർട്ടിക്കിൾ 59 പ്രസിഡന്റിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ഭരണഘടനാ ലംഘനം നടത്തിയെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനാ ലംഘനം നടത്തിയെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇംപീച്ച്മെന്റിന്റെ നടപടിക്രമങ്ങൾ. ലോകസഭയിലോ രാജ്യസഭയിലോ പ്രമേയം അവതരിപ്പിക്കാം. പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രമേയം ലോകസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ അവതരിപ്പിക്കാവുന്നതാണ്. ഏത് സഭയിലാണോ പ്രമേയം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. ഇപ്പോൾ ലോകസഭയിലാണ് പ്രമേയം അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ ലോകസഭയിൽ 14 ദിവസത്തിന് മുമ്പ് നോട്ടീസ് നൽകിയിരിക്കണം.
നോട്ടീസ് നൽകുമ്പോൾ സഭയിലെ 4/1 അംഗങ്ങൾ നോട്ടീസിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകണം. പ്രമേയം അവതരിപ്പിക്കുന്ന സഭയിലെ 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷവും ലഭിക്കണം. പിന്നീട് അടുത്ത സഭയിൽ അവതരിപ്പിക്കണം. അവിടെയും 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷം ലഭിക്കണം. രണ്ടാമത്തെ സഭയിലും ഭൂരിപക്ഷം കിട്ടിയാൽ ആ ദിവസം പ്രസിഡന്റിനെ ഇംപീച്ച്മെന്റ് ചെയ്യാവുന്നതാണ്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾ നടക്കുമ്പോൾ പ്രസിഡന്റിന് സഭയിൽ ഹാജരാകാവുന്നതും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ടാണ് ഇംപീച്ച്മെന്റ് നടപടികളെ ക്വാസി ജുഡീഷ്യൽ നടപടികൾ എന്ന് വിളിക്കുന്നത്. പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, നിയമനിർമ്മാണ അധികാരങ്ങൾ, സാമ്പത്തിക അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, മിലിറ്ററി അധികാരങ്ങൾ, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ, നയതന്ത്ര അധികാരങ്ങൾ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ: നിയമനങ്ങൾ നടത്താനുള്ള അധികാരം. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC ചെയർമാൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഫിനാൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ, ഗവർണർ എന്നിവരെയെല്ലാം നിയമിക്കാനുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. രാഷ്ട്രപതിക്ക് ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാവുന്ന അംഗങ്ങളുടെ എണ്ണം 0. 104ാമത് ഭേദഗതിയിലൂടെയാണ് ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം റദ്ദാക്കിയത്. അതിനു മുമ്പ് വരെ 2 അംഗങ്ങളെ, ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ രാഷ്ട്രപതിക്ക് ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരു അധികാരം രാഷ്ട്രപതിക്ക് ഇല്ല. 104ാമത് ഭേദഗതിയിലൂടെ ആ അധികാരം റദ്ദാക്കുകയുണ്ടായിരുന്നു. നിയമനിർമ്മാണ അധികാരങ്ങൾ അഥവാ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ: പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും പിരിച്ചുവിടുകയും നിർത്തിവയ്ക്കുകയും ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. അതുപോലെ തന്നെ സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെന്റിന്റെ ആദ്യ സെഷനിലും ഓരോ വർഷത്തിലെ ആദ്യ സെഷനിലും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് പ്രസിഡന്റാണ്. സാമ്പത്തിക അധികാരങ്ങൾ: മണി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് പ്രസിഡന്റിന്റെ ശുപാർശ ആവശ്യമാണ്. ബഡ്ജറ്റ് സമർപ്പിക്കപ്പെടുന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ പേരിലാണ്. ഗ്രാന്റുകൾ അനുവദിക്കണമെങ്കിൽ പ്രസിഡന്റിന്റെ ശുപാർശ ആവശ്യമാണ്. ജുഡീഷ്യൽ അധികാരങ്ങൾ: സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ നിയമോപദേശം തേടാവുന്നതാണ്. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ നിയമോപദേശം തേടാവുന്നതാണ്. വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ പിൻവലിക്കാനും ഇളവ് നൽകാനുമുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. പൊതുമാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിന് ഉണ്ട്. ആർട്ടിക്കിൾ 72 പ്രകാരം പൊതുമാപ്പ് നൽകാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. മിലിറ്ററി അധികാരങ്ങൾ: പ്രതിരോധ സേനയുടെ തലവനാണ് പ്രസിഡന്റ്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെയെല്ലാം ചീഫുകളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒരു രാജ്യവുമായി സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് രാഷ്ട്രപതിയാണ്. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ പ്രസിഡന്റ് ഭരണം ആർട്ടിക്കിൾ 356, ആർട്ടിക്കിൾ 365, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. ഈ ആർട്ടിക്കിൾ പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റായിരിക്കും. പ്രസിഡന്റിനാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ ഉള്ളത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉള്ളത്. നയതന്ത്ര അധികാരങ്ങൾ: എല്ലാ അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും രാഷ്ട്രപതിയുടെ പേരിലാണ് ഒപ്പുവെക്കുന്നത്. അന്താരാഷ്ട്ര സഭകളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത് പ്രസിഡന്റായിരിക്കും. അംബാസിഡർമാർ, ഹൈക്കമ്മീഷണർമാർ എന്നിവരെല്ലാം നിയമിക്കുന്നതും അതുപോലെ അവരെ സ്വീകരിക്കുന്നതും പ്രസിഡന്റിന്റെ പേരിലാണ്. ഓർഡിനൻസ്: എന്താണ് ഓർഡിനൻസ് എന്ന് നോക്കാം. ഓർഡിനൻസ് പ്രഖ്യാപിക്കാനുള്ള അധികാരവും പ്രസിഡന്റിനാണ്. ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പ്രഖ്യാപിക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പാർലമെന്റ് പിരിച്ചുവിട്ടതിനു ശേഷം അടിയന്തരമായി പ്രഖ്യാപിക്കേണ്ട നിയമങ്ങളാണ് ഓർഡിനൻസായി പ്രഖ്യാപിക്കുന്നത്.
പാർലമെൻറ്റ് പിരിച്ചുവിട്ടതിന് ശേഷം അടിയന്തരമായ ഒരു നിയമം കൊണ്ടുവരണമെങ്കിൽ അത് ഓർഡിനൻസ് ആയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഒരു ഓർഡിനൻസ് 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് പാസ്സായിരിക്കണം. ഇല്ലെങ്കിൽ ഓർഡിനൻസ് അസാധുവായിട്ട് മാറും. അപ്പോൾ പ്രസിഡന്റ് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് 6 മാസത്തിനുള്ളിൽ പാർലമെൻറ്റ് കൂടുകയും പാർലമെൻറ്റിൽ പാസ്സാക്കുകയും ചെയ്തില്ലെങ്കിൽ ആ ഓർഡിനൻസ് അസാധുവായിട്ട് മാറും. ഓർഡിനൻസ് മുഖാന്തരമുള്ള നിയമങ്ങൾ താൽക്കാലികമാണ്. അത് പാർലമെൻറ്റിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നിയമമായിട്ട് മാറുകയുള്ളൂ. വീറ്റോ പവർ ആർട്ടിക്കിൾ 111. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾ നിയമമാക്കാൻ പ്രസിഡന്റിൻ്റെ ഒപ്പുവേണം. ബില്ലുകൾ പാസ്സായതിനു ശേഷം അത് നിയമമായി മാറണമെങ്കിൽ പ്രസിഡന്റിൻ്റെ ഒപ്പോടുകൂടി മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ. ഒരു ബില്ല് ഒപ്പുവയ്ക്കാതെ ഇരിക്കാൻ പ്രസിഡന്റിന് സാധിക്കും. ഈ അധികാരത്തെയാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. ഒരു ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ബില്ല് ഒപ്പുവയ്ക്കാതിരിക്കാനുള്ള പ്രസിഡന്റിൻ്റെ അവകാശത്തെ അല്ലെങ്കിൽ അധികാരത്തെയാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. 3 തരം വീറ്റോ പവറുകളാണ് ഉള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ, പോക്കറ്റ് വീറ്റോ. ഇതൊന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അബ്സല്യൂട്ട് വീറ്റോ, ബില്ലുകൾ പൂർണ്ണമായും നിരസിക്കാനുള്ള അധികാരം, അതാണ് അബ്സല്യൂട്ട് വീറ്റോ. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഒരു ബില്ല് പൂർണ്ണമായും നിഷേധിക്കാൻ അല്ലെങ്കിൽ നിരസിക്കാനുള്ള അധികാരത്തെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗപ്പെടുത്തിയ രാഷ്ട്രപതിമാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1954, ആർ വെങ്കട്ടരാമൻ 1991. സസ്പെൻസീവ് വീറ്റോ, ബില്ലുകൾ വീണ്ടും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്കായി തിരിച്ചയക്കുന്നതിനുള്ള അധികാരം. APJ അബ്ദുൽ കലാമാണ് സസ്പെൻസീവ് വീറ്റോ എന്ന അധികാരം ഉപയോഗിച്ച രാഷ്ട്രപതി. ബില്ലുകൾ വീണ്ടും പരിഗണനയ്ക്കായി വീണ്ടും അത് അവലോകനം ചെയ്യുന്നതിനായി പാർലമെൻറ്റിലേക്ക് തിരിച്ചയക്കുന്നതിനുള്ള അധികാരത്തെയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ, ബില്ലുകൾ നിരസിക്കുകയുമില്ല തിരിച്ചയക്കുകയുമില്ല. അങ്ങനെ ചെയ്യുന്നതിനെയാണ് പോക്കറ്റ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോ അധികാരം ആദ്യമായി ഉപയോഗിച്ച പ്രസിഡന്റാണ് ഗ്യാനി സെയിൽ സിംഗ്. 1986 ഗ്യാനി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ എന്ന അധികാരം ഉപയോഗിച്ചത്. വീറ്റോ പവർ ബാധകമല്ലാത്ത ബില്ലുകളാണ് ഭരണഘടനാ ഭേദഗതി ബില്ലും മണി ബില്ലും. ഇത് പ്രസിഡന്റിൻ്റെ വീറ്റോ പവർ ബാധകമല്ലാത്ത ബില്ലുകളാണ്. പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദം ആവശ്യമുള്ള ബില്ലുകളാണ് മണി ബിൽ, സംസ്ഥാനങ്ങളുടെ എന്ന് വായിക്കണം, സംസ്ഥാനങ്ങളുടെ അതിർത്തിയുമായി സംബന്ധിച്ച ബിൽ, സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നതിനായുള്ള ബിൽ. ഇത്രയുമാണ് പ്രസിഡന്റ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSCയിലും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രധാനമായിട്ടും ചോദിക്കുന്ന പോയിൻറ്റ്സ്. എല്ലാവരും ഈ പോയിൻറ്റ്സ് കേട്ട് പഠിക്കുക. അതോടൊപ്പം നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സും ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. താങ്ക് യു.